Hi all, welcome to another interesting video with English Ladder. എൻ്റെ പുറകെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ? എന്ത് സുഖമായിട്ടല്ലേ അവൾ കിടന്ന് ഉറങ്ങുന്നത്? ഇത്രയൊക്കെ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയിട്ടും അവൾ എണീക്കുന്നില്ല. ഒരാൾ അവളെ പൊക്കിക്കൊണ്ട് പോയാൽ പോലും അവൾ അറിയാൻ പോകുന്നില്ല. ഷീ ഈസ് എ ഗുഡ് സ്ലീപ്പർ. പക്ഷെ എനിക്കിങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കും. ഐ എം എ ബാഡ് സ്ലീപ്പർ. അപ്പോൾ സ്ലീപ്പ് തന്നെ ഗുഡ് സ്ലീപ്പും ഉണ്ട് ബാഡ് സ്ലീപ്പും ഉണ്ടല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗുഡ് സ്ലീപ്പിൻ്റെയും ബാഡ് സ്ലീപ്പിൻ്റെയും കുറച്ച് എക്സ്പ്രഷൻസ് ഡിസ്കസ് ചെയ്താലോ? കൂടെ സ്ലീപ്പിൻ്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസും കൂടി ഡിസ്കസ് ചെയ്താലോ? സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ് സ്ലീപ്പിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. അതിലാദ്യത്തേതാണ് ഡീപ്പ് സ്ലീപ്പർ. ഡീപ്പ് സ്ലീപ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രപ്ഷൻസ് ഒന്നുമില്ലാതെ സുഖമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങുന്ന ഒരാളെയാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പർ എന്ന് വിളിക്കുക. നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് പോയാലും ചില ആൾക്കാർ അറിയില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പർ എന്ന് വിളിക്കുക. ഇനി സെക്കൻഡ് എക്സ്പ്രഷൻ ആണ് ഔട്ട് ലൈക്ക് എ ലൈറ്റ്. ഔട്ട് ലൈക്ക് എ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടക്കെന്ന് ഉറങ്ങിപ്പോവുക. അതായത് ചില ആൾക്കാർ കട്ടിൽ കാണുമ്പോഴേ ഉറങ്ങിപ്പോകുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ളതാണ് ഔട്ട് ലൈക്ക് എ ലൈറ്റ് എന്ന് പറയുക. ഐ എം വെരി ടയർഡ്. ആസ് സൂൺ ആസ് ഐ ഗെറ്റ് ഇൻ ടു മൈ ബെഡ് ഐ എം ഔട്ട് ലൈക്ക് എ ലൈറ്റ്. തേർഡ് എക്സ്പ്രഷൻ ആണ് സ്ലീപ്പ് ലൈക്ക് എ ലോഗ്. ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തടിക്കഷ്ണം അല്ലേ, വെട്ടിയിട്ട് വാഴ പോലെ കിടന്ന് ഉറങ്ങാന്ന് പറയില്ലേ, അതിനെയാണ് സ്ലീപ്പ് ലൈക്ക് എ ലോഗ് എന്ന് പറയാം. ലാസ്റ്റ് നൈറ്റ് ഐ വാസ് സോ കംഫർട്ടബിൾ ഐ സ്ലെപ്റ്റ് ലൈക്ക് എ ലോഗ്. ലാസ്റ്റ് എക്സ്പ്രഷൻ ആണ് സ്ലീപ്പ് ലൈക്ക് എ ബേബി. ബേബീസ് യൂഷ്വലി ഒരുപാട് നേരമൊന്നും അങ്ങനെ ഉറങ്ങാറില്ല. പക്ഷെ അവർ ഉറങ്ങുന്ന സമയം അവർ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കാമായിട്ടാണ് ഉറങ്ങാറ്. ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൈയൊക്കെ റിലാക്സ് ചെയ്ത് മുകളിലേക്കൊക്കെ വെച്ച് പീസ്ഫുൾ ആയിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്ലീപ്പ് ലൈക്ക് എ ബേബി എന്ന് പറയാം. ഐ സ്ലീപ്പ് ലൈക്ക് എ ബേബി എവറി നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പീസ്ഫുൾ ആയിട്ടാണ് എല്ലാ രാത്രിയും ഉറങ്ങാറ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാഡ് സ്ലീപ്പിൻ്റെ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. അതിലാദ്യത്തേതാണ് ലൈറ്റ് സ്ലീപ്പർ. നമ്മൾ ഡീപ്പ് സ്ലീപ്പർ എന്ന് പറഞ്ഞില്ലേ, സൗണ്ട് ആയിട്ട് ഉറങ്ങുന്ന ഒരാൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൈറ്റ് സ്ലീപ്പർ. ചെറിയ ഒരു ഡിസ്റ്റർബൻസ് കേട്ടാൽ തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കുന്നവരെയാണ് ലൈറ്റ് സ്ലീപ്പർ എന്ന് നമ്മൾ പറയാം. നമ്മളൊരു ഫാൻ ഇടുന്ന സൗണ്ടോ ലൈറ്റ് ഇടുന്ന സൗണ്ടോ അല്ലെങ്കിൽ ഡോറ് തുറക്കുന്ന സൗണ്ടോ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഞെട്ടി എഴുന്നേക്കില്ലേ, അങ്ങനെയുള്ളവരെയാണ് ലൈറ്റ് സ്ലീപ്പർ എന്ന് പറയുക. അടുത്ത എക്സ്പ്രഷൻ ആണ് ടോസിങ് ആൻഡ് ടേണിങ്. ടോസിങ് ആൻഡ് ടേണിങ് എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങുക എന്ന് പറയില്ലേ, അതിനെയാണ് ടോസിങ് ആൻഡ് ടേണിങ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു പ്രസൻറ്റേഷനോ നാളെ ഒരു ബിസിനസ് മീറ്റിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻസ്ഡ് ആയിട്ട് നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആ ഒരു രാത്രി കഴിക്കില്ലേ, അതിനെയാണ് ടോസിങ് ആൻഡ് ടേണിങ് എന്ന് പറയുക. ഐ കെപ്റ്റ് ടോസിങ് ആൻഡ് ടേണിങ് ഓൾ നൈറ്റ് തിങ്കിങ് അബൌട്ട് മൈ പ്രസൻറ്റേഷൻ. തേർഡ് എക്സ്പ്രഷൻ ആണ് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് എ വിങ്ക് അല്ലെങ്കിൽ ഐ കുഡ്ന്റ് ഗെറ്റ് എ വിങ്ക് ഓഫ് സ്ലീപ്പ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഒരു പോള കണ്ണടച്ചില്ല. നമ്മൾ ചില ആൾക്കാരോട് ചോദിക്കണം ഇന്നലത്തെ രാത്രിയിലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ പറയില്ലേ, റൂമിൽ ഭയങ്കര കൊതുകായിരുന്നു, എനിക്ക് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റിയില്ല. അതിനെയാണ് പറയുന്നത് ഐ കുഡ്ന്റ് ഗെറ്റ് എ വിങ്ക് ഓഫ് സ്ലീപ്പ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഒരു പ്രൊലോങ്ഡ് പീരീഡിലേക്ക് നമുക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റാതെ വരിക, അതങ്ങനെ ഒരു ഹാബിച്വൽ സ്ലീപ്ലെസ്നെസ് ആവുക, അതിനെയാണ് നമ്മൾ ഇൻസോംനിയ എന്ന് പറയുക. ഗുഡ് സ്ലീപ്പിൻ്റെയും ബാഡ് സ്ലീപ്പിൻ്റെയും കുറച്ച് എക്സ്പ്രഷൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് നമുക്ക് നോക്കിയാലോ. അതിലാദ്യത്തേതാണ് സ്ലീപ്പിൻ. സ്ലീപ്പിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂഷ്വലി ഉറങ്ങുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നേരം ഉറങ്ങുക. നമ്മൾ വീക്ക് ഡേയ്സിലൊക്കെ 6 മണിക്കാണ് എഴുന്നേക്കുന്നതെന്ന് വിചാരിക്കുക. വീക്കെൻഡ്സ് ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം കൂടി കൂടുതൽ കിടന്നുറങ്ങില്ലേ, അതിനെയാണ് സ്ലീപ്പിൻ എന്ന് പറയുക. നാളെ സൺഡേ ആണെങ്കിൽ ഐ എം ഗോണ സ്ലീപ്പ് ഇൻ ടുമോറോ. അടുത്ത എക്സ്പ്രഷൻ ആണ് സ്ലീപ്പ് ഓവർ. സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കിടക്കുന്നിടത്തല്ലാതെ വേറെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ പോയി നമ്മൾ കിടക്കാറുണ്ടല്ലോ, അതിനെയാണ് സ്ലീപ്പ് ഓവർ എന്ന് പറയുക. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, ഒത്തിരി രാത്രിയായി, അവളെ പറഞ്ഞു വിടാൻ നമുക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കില്ലേ, ഇന്ന് ഇവിടെ കിടന്നൂടെ, ഡു യു വോണ്ട് സ്ലീപ്പ് ഓവർ? അതിനെയാണ് സ്ലീപ്പ് ഓവർ എന്ന് പറയുക. നെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ് ഹിറ്റ് ദ സാക്ക്. സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഡിയം കൂടിയാണിത്. നമ്മൾ വളരെ കാഷ്വലായിട്ട് ഞാൻ ഉറങ്ങാൻ പോവാട്ടോ എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ ഹിറ്റ് ദ സാക്ക് എന്ന് പറയാം. ഐ എം ഗോണ ഹിറ്റ് ദ സാക്ക്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഗെറ്റ് സം ഷട്ട് ഐ. നമ്മൾ പറയാറില്ലേ, ഞാൻ ഒന്ന് മയങ്ങിയിട്ട് വരാട്ടോ എന്നൊക്കെ പറയില്ലേ, ചെറിയൊരു നാപ്പ് എടുക്കുക. ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ ചെറിയൊരു നാപ്പ് എടുക്കുന്നതിനെയാണ് ഗെറ്റ് സം ഷട്ട് ഐ എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് മയങ്ങിയിട്ട് വരാട്ടോ, ഐ എം ഗോണ ഗെറ്റ് സം ഷട്ട് ഐ. ഇപ്പം നമ്മൾ നാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ടേമാണ് പവർ നാപ്പ്. ഒരു 10-15 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മയങ്ങുന്നതിനാണ് നമ്മൾ പവർ നാപ്പ് എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കൊളീഗ്സ് തന്നെ ഓഫീസിലെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കണോട്ടോ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഓർക്കാറുണ്ട് ഇവർക്ക് ഇത്രയും സമയം കൊണ്ട് എന്താ ഉറങ്ങാൻ പറ്റുകയെന്ന്. പക്ഷേ അവർ 15 മിനിറ്റ് കഴിയുമ്പോൾ എണിക്കാറുമുണ്ട്, കൂടുതൽ റിഫ്രഷ്ഡ് ആയിട്ട് അവർ ജോലി കണ്ടിന്യൂ ചെയ്യാറുമുണ്ട്. എനിക്ക് 15 മിനിറ്റ് ഒന്നും പോരട്ടോ, എനിക്ക് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങണം.
ഇനി ഇതിലൊന്നും പെടാത്ത കാറ്റഗറിയിലുള്ള ചില ആൾക്കാരുണ്ടല്ലേ, രാത്രി ഉറങ്ങാനേ പറ്റാത്തവര്. അത് ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രേമം തലയ്ക്ക് പിടിച്ച ചില ആൾക്കാർക്ക് രാത്രി ഉറങ്ങാനേ പറ്റാറില്ല അല്ലേ? ദേ ആർ ഓൾവേസ് വൈഡ് അവേക്ക് അറ്റ് നൈറ്റ്. അപ്പോൾ സ്ലീപ്പിനെ കുറിച്ചുള്ള എക്സ്പ്രഷൻസ് എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? സോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.